ഹലോ ഗായ്സ്, ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, ഹൗ ടു മേക്ക് ഹെന്ന എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഹെന്ന പൗഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഹെന്ന ഉണ്ടാക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇതിലുള്ളത്. അപ്പോൾ ഇൻട്രോ എടുക്കാൻ വേണ്ടി ക്യാമറ ഓൺ ചെയ്തതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പെട്ടി തുറന്നപ്പോൾ തന്നെ നമ്മുടെ ആഫ്റ്റർ കെയർ പ്രൊഡക്ട്സ് എല്ലാം പൊട്ടി ഒലിച്ചിട്ടുണ്ട് ഗൈസ്. അതായത് ഞാനാണെങ്കിൽ എല്ലാം പെട്ടിക്കകത്തായിട്ട് വെച്ചിരുന്നത്, അപ്പോൾ അതിൽ നിന്ന് കുപ്പി കമന്ന് അതിലോട്ട് ഫുൾ ഓയിലൊക്കെ ആയി. അപ്പോൾ ഇന്നെൻ്റെ പണിയെന്ന് വെച്ചാൽ അത് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുക. ഭയങ്കര വൃത്തി കൂടുതലായതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ എനിക്കിത് ബാക്കി എന്ത് ചെയ്യാനോ ഒരു സമാധാനം കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്ത് എൻ്റെ സിപ്പ് ലോക്ക് പൗച്ചിലൊക്കെ ഓയിലായി, പക്ഷേ അകത്തായിട്ടില്ല, പുറത്തേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പുറമൊക്കെ നമ്മൾ തുടച്ച്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഹെന്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളും സാധനങ്ങളും പിന്നെ സ്പൂഡ് സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് വെച്ച് നമ്മൾ ചെയ്യാൻ പോയാൽ വെയിങ് മെഷീൻ എടുത്ത് നമുക്ക് ആവശ്യമുള്ള ബൗളും എടുക്കുക. അത്യാവശ്യം വലിയ ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതൊരു കുഞ്ഞു ബൗളായാലും മതി. ഒരു 100 ഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഷുഗർ നമ്മൾ അളവ് നോക്കി ഇടുന്നു. അതിനുശേഷം നമ്മൾ ഹെന്ന പൗഡറാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. 100 ഗ്രാം ഹെന്ന പൗഡറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് കറക്റ്റ് വെയിങ് മെഷീൻ വെച്ച് നമ്മൾ മെഷർ ചെയ്ത് എടുത്തിരിക്കുന്നതാണ് 100 ഗ്രാം ഹെന്ന പൗഡർ. നമ്മൾ അതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഷുഗറിൻ്റെ അളവെന്ന് പറയുമ്പം 30 ഗ്രാമാണ്. അപ്പം 100 ഗ്രാം ഹെന്ന പൗഡർ, 30 ഗ്രാം ഷുഗർ, 30 ml എസൻഷ്യൽ ഓയിലാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ പൗഡറിലും ഷുഗറും നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അത്യാവശ്യം അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ആഡ് ചെയ്യാം. വെള്ളം ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഒത്തിരി ലൂസ് കൺസിസ്റ്റൻസി ആവരുത്. വെള്ളം കുറച്ച് ആഡ് ചെയ്ത് ഈ പൊട്ടറ്റോ ഒക്കെ മാഷ് ചെയ്യില്ലേ, അതുപോലെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്കിതിൽ വേണം. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആക്കണം. പിന്നെ വീണ്ടും നമ്മൾ ഇളക്കി എല്ലായിടത്തും വെള്ളം എത്തിക്കണം. പൗഡറെല്ലാം ഏകദേശം വെള്ളത്തിൽ ആവണം. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതായത് വെള്ളം അത്യാവശ്യം എടുക്കുക. നിങ്ങളതുകൊണ്ട് എങ്ങനെയാണോ ഒരു സ്പാച്ചില വെച്ച് നിങ്ങളതുപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ അവിടെ ആഡ് ചെയ്യുന്നത് നമ്മുടെ എസൻഷ്യൽ ഓയിലാണ്. ഞാൻ ഇവിടെ ബ്രൈഡൽ കോൺസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രൈഡൽ കോൺസിന് വേണ്ടിയിട്ടുള്ള എസൻഷ്യൽ ഓയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ പൊതുവേ പോകുന്നത് ബ്രൈഡൽ കോൺസാണ് കേട്ടോ. ബ്രൈഡൽ കോൺസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം അഫോർഡബിൾ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. ബ്രൈഡൽ കോൺസിന് അത്യാവശ്യം നല്ല സ്റ്റെയിനും ഉണ്ട്. അപ്പോൾ എന്തായാലും ഉടനെ പെരുന്നാൾ വരെയില്ലേ, അപ്പോൾ പെരുന്നാളിൽ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട്. ആ ഒരു ഓഫറിനനുസരിച്ച് അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ആഴ്ച ഈ വീക്കും കുറച്ച് ഓർഡേഴ്സ് ഉണ്ട്. ആ ഓർഡേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണിത്. ബ്രൈഡൽ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം ബ്രൈഡൽ ഓയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് ഏകദേശം നല്ല കൺസിസ്റ്റൻസി. അപ്പോൾ സൈഡിൽ ഇരിക്കുന്ന മെഹന്തിയൊക്കെ എല്ലാം മിക്സിലോട്ട് ഓൾറെഡി എല്ലാം സൈഡിൽ ഇരിക്കുന്ന മൈലാഞ്ചി എല്ലാം ഈ ഒരു മിക്സിലോട്ട് ആവുകയും. ഇനി അടുത്ത് നമ്മുടെ ഡൈ റിലീസാണ് നമ്മുടെ പ്രോസസ്സ് പറഞ്ഞാൽ. ഡൈ റിലീസിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലിങ് റാപ്പ് വെച്ച് മൂടി വയ്ക്കുക. അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് മൂടിയാലും മതി. ഇല്ലെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ഒരു അടപ്പ് വെച്ച് അടച്ചാലും മതി. അപ്പം ഞാനിവിടെ ക്ലിങ് റാപ്പാണ് എടുത്തിരിക്കുന്നത്. അതിനെ നല്ലതുപോലെ ഈ എയർ ടൈറ്റായിട്ട് നമ്മളതിനെ ഫോൾഡ് ചെയ്യുക. അതിന് ശേഷം ഒരു ഇരുട്ട് മുറിയിൽ നമ്മൾ ഡൈ റിലീസിന് വേണ്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത്.